ഇതാണ് നൈസിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ബീച്ച് വോളിബോൾ. പോലീസുകൾ സൈക്കിൾ കേട്ടോ, അതും ലേഡീസ്. ആൾക്കാർ ഭയങ്കര റഷ് കേട്ടോ. ഫുള്ള് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ആൾക്കാർ കയറി കാണാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വെയിലത്ത് ഉണങ്ങാനിട്ടതാണ് ഇവരൊക്കെ കേട്ടോ. മെഡിറ്ററേനിയൻ കടലിടക്കാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, അറിയാലോ നിങ്ങൾക്ക്. ബീച്ച് ബ്ലൂ ആൻഡ് വൈറ്റ് ബീച്ച് കണ്ടങ്ങൾ എന്താ ഭംഗി. ഇവിടെയൊക്കെ നമുക്ക് ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ തന്നെ 5000 രൂപയോളം ഹോസ്റ്റലിൽ തന്നെ വരുന്ന ഒരു ഏരിയ ആണ്. അത്രയും എക്സ്പെൻസീവാണ് ഇവിടെ. ഈ ബിൽഡിംഗ് കണ്ടങ്ങൾ ഇതൊക്കെ ഇവരെ അടയാളങ്ങളാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ കളറുള്ള ബിൽഡിങ്ങുകൾ. നമുക്ക് റോഡും ബീച്ചും ട്രെയിനും അതായത് റെയിൽവേയും കൂടാതെ കഫേകളും അടിപൊളി കഫേകളും ഉള്ള എല്ലാം തികഞ്ഞ ഒരു സിറ്റിയാണ്. മറ്റൊരു പ്രത്യേകത ഇവിടെ ഇംഗ്ലീഷുകാരല്ലാത്ത ഒരാൾക്കാരെ നമ്മൾ കാണുന്നില്ലല്ലോ. കണ്ടില്ല നിങ്ങൾ ബീച്ചിൽ റോന്ത് ചുറ്റുന്നത് സൈക്കിളുകളിലാണ് പോലീസ്. വലിയൊരു സിറ്റിയാണ്. ആ വലിയ സിറ്റി ഇതിനോട് കടലിനോട് ചേർന്നിട്ട് ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ടോട്ടൽ വ്യൂ ആയിട്ടോ. എങ്ങനെയുണ്ട്? ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? അങ്ങനെ നമ്മൾ നൈസിലാണ്. നൈസ് ഫ്രാൻസ് ആണ്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഓൾഡ് ടൗണിലേക്കാട്ടോ. എന്തൊക്കെയാണ് ഓൾഡ് ടൗണിൻ്റെ ഭാഗങ്ങൾ? കുറേ ഒരു 5-6 ഏരിയകൾ നമുക്കിന്ന് കാണാനുണ്ട്. രാത്രിത്തെ വ്യൂകൾ കാണാനുണ്ട് ഭയങ്കരമായിട്ട്. അതായത് ഏറ്റവും അടിപൊളി പട്ടണമാണ്, ഏറ്റവും അടിപൊളി ഒരു സിറ്റിയും കടലിനോട് ചേർന്നിട്ടുള്ള സിറ്റി കൂടിയാണ് ഫ്രാൻസിലത്തെ ഈ നൈസ് പട്ടണം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് രാത്രി. ഇപ്പം നമ്മൾ വൈകിട്ട് ഒരു 5 മണിയായി. 8 മണി 9 മണിക്കാണ് ഇവിടെ ഇരുടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും നൈസ് പട്ടണത്തിൽ നിന്നും സ്വാഗതം. വൈകിട്ട് 5:30 മണിയായിട്ടോ. 5:30 മണിയായിട്ടുള്ള വെയിലാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഒരു അടിപൊളി ബൈക്കുണ്ട് ഒരു പെണ്ണ് കൊണ്ടുവന്നത്. നല്ല റൈഡിങ് ബൈക്കാട്ടോ. ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതാണ്. നമ്മൾ 8 മണി 9 മണിയാവും ഇരുടാവാൻ കേട്ടോ. ഏകദേശം ഉച്ച ഉള്ള വെയിൽ പോലെയുള്ള വെയിലാണ്. പക്ഷേ നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് നമുക്ക് വെയിലിൻ്റെ ചൂടൊന്നും അറിയില്ല. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിങ്ങനെ ഓരോരോ സിറ്റികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണുക. നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം എന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ വീണ്ടും എടുക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം ഒരുപാട് ചിലവുകളുള്ളതാണ്. ഇവിടെയൊക്കെ നമുക്ക് ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ തന്നെ 5000 രൂപയോളം ഹോസ്റ്റലിൽ തന്നെ വരുന്ന ഒരു ഏരിയ ആണ്. അത്രയും എക്സ്പെൻസീവാണ് ഇവിടെ. ഈ സ്ഥലത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് അത്രയും പൈസ ഇവിടെ വന്ന് പോകുമ്പം ചിലവാകും. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എക്സ്പെൻസീവായ സ്ഥലങ്ങളൊക്കെ വീണ്ടും വീണ്ടും പോയി എടുക്കാനും പറയാനൊക്കെ കഴിയും. എൻ്റെ കാഴ്ചയോടൊപ്പം നിങ്ങളും കൂടി കാണുക എന്നുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ ജനങ്ങളെ? ഇതൊരു പ്രധാന ഓപ്പൺ ഏരിയ ആണ്. സൈക്കിൾ റൈഡ് അങ്ങനെ എന്ന് വേണ്ട എല്ലാ സംഗതികളും ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ബിൽഡിംഗ് കണ്ടങ്ങൾ ഇതൊക്കെ ഇവരെ അടയാളങ്ങളാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ കളറുള്ള ബിൽഡിങ്ങുകൾ. ബീച്ചിനോട് ചേർന്നിട്ടുള്ള സിറ്റിയാണ്. അതാണ് മെയിൻ പ്രധാനം. അപ്പോൾ നമ്മൾ ബീച്ചിനോട് അതായത് കോസ്റ്റൽ ഏരിയ കൂടിയ ഒരുപാട് ദൂരം നമുക്ക് റോഡും ബീച്ചും ട്രെയിനും അതായത് റെയിൽവേയും കൂടാതെ കഫേകളും അടിപൊളി കഫേകളും ഉള്ള എല്ലാം തികഞ്ഞ ഒരു സിറ്റിയാണ്. അടിപൊളി സൈക്ലിംഗ് ആണ് കേട്ടോ. ചെറിയ സൈക്കിളാണ്. ചൈനത്തെ തന്നെയാണ് ഇരിക്കുന്നത്. ഇലക്ട്രിക്കൽ സൈക്കിളാണ് കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര റിച്ച്നെസ്സിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർ ഇന്ത്യക്കാരൊക്കെ കുറവാണ്. ഇന്ത്യക്കാരൊന്നും കണ്ടിട്ടില്ല. ഉണ്ടാവാം, ഇന്ത്യക്കാരില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി തന്നെ കേട്ടോ. ഭംഗി എന്ന് പറയുന്ന സെറ്റിങ്സ്, ഭംഗി മാത്രമല്ല നാച്ചുറൽ ഭംഗിയുണ്ട്. അത് സെറ്റ് ചെയ്ത രീതി അടിപൊളി രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ച്. ഈ വാഹനങ്ങളൊക്കെ ഇവിടെ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ
സിംഗിളായിട്ടും ഡബിളായിട്ടും ഇതിൻ്റെ അകത്താണ് ആൾക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാണ് ബീച്ച് വൈബ്. കിലോമീറ്റർ കണക്കിന് ബീച്ച് വൈബാണ്. മെട്രോപൊളിറ്റൻ കോട്ടെ അസൂർ ട്രെഡേ വേലോ, ഇവരെ ഫ്രഞ്ച് നെയിമാട്ടോ. ഇവിടെ കണ്ടെങ്കിൽ സൈക്ലിംഗ് ആണ് ഇവർ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നല്ല ഹൈറ്റുള്ള മലസിൻ്റെ സൈഡിൽ കൂടിയുള്ള റൂട്ടുകളുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ. ആ മലൻ്റെ മുകളിലേക്കൊക്കെ സൈക്കിൾ പോവും. ബീച്ച് ബ്ലൂ ആൻഡ് വൈറ്റ് ബീച്ച് കണ്ടെങ്കിൽ എന്താ ഭംഗി, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വെയിലത്ത് ഉണങ്ങാനിട്ടതാണ് ഇവരൊക്കെ കേട്ടോ. ശരിക്കും ഈ വെയിൽ കൊള്ളുകയാണ്. ഇത് ഏത് വെയിലാണെന്നറിയോ? നമ്മളെ നാട്ടിലത്തെ വെയിൽ കൊള്ളാൻ കഴിയില്ല. ഈ വെയിലിന് നമുക്ക് നല്ല കാറ്റുള്ളത് കൊണ്ട് ഈ വെയിൽ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. മെയിൻ സിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത. സിറ്റിനോട് ചേർന്നിട്ടാണ് സ്ഥലം. വലിയൊരു സിറ്റിയാണ്. ആ വലിയ സിറ്റി ഇതിനോട് കടലിനോട് ചേർന്നിട്ട് ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നൈസ് സിറ്റീൻ്റെ പ്രത്യേകത അതാണ്. ഇവിടെ നിന്നിട്ട് നിന്നാണ് സിറ്റികളുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ ഇവിടുത്തെ ബീച്ചിൻ്റെ ഭാഗമല്ല, ഇവിടുത്തെ സിറ്റി, നൈസ് സിറ്റീൻ്റെ ഭാഗം തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ഇതേപോലെ കണ്ടില്ല നിങ്ങൾ? ഈ വാഹനം, ഈ സൈക്കിൾ ഇവർ ഇലക്ട്രിക്കൽ സൈക്കിൾ ഇവർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിരുന്നു, ഇപ്പം കാണുന്നില്ല. ഇപ്പോൾ ഒക്കെ സ്കൂട്ടറായി മാറി. പക്ഷേ ഇവിടെ എപ്പോഴും ഇത് തന്നെ ആയിട്ടാണ് കാണുന്നത്. യൂറോപ്പിൽ തന്നെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ, എസ്പെഷ്യലി ഫ്രാൻസിൽ തന്നെയുള്ള ടൂറിസ്റ്റുകളുടെ ഒരു ഹബ്ബാണ്. വിദേശത്തുള്ളവർ വരുന്നുണ്ട്. അറബികൾ നല്ലോണം വരുന്ന ഒരു ഏരിയയാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇത് സൈക്കിളിന് വേണ്ടി മാത്രമുള്ള ട്രാക്കാട്ടോ. പല ടൈപ്പിലുള്ള സൈക്കിളുകൾ ഇവിടെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. കാറ് പോലത്തെ ഒരു സൈക്കിൾ പോലും ഉണ്ട്. ഇലക്ട്രിക്കൽ ആണെന്ന് മാത്രം. ഇതിൽ ഇലക്ട്രിക്കൽ വിത്ത് ചവിട്ടലാണ് കേട്ടോ. അതാണ് അത്ര സ്പീഡ് പോകുന്നത്. മറ്റൊരു പ്രത്യേകത, ഇത് നമ്മളെ ഈ ചരളാട്ടോ, വെള്ളാരം കല്ല് പോലത്തെ കല്ലുകളാണ് ഇവിടെ. മണ്ണല്ല, പൂഴിമണ്ണുകളേ അല്ല, ഒക്കെ ഒരു തരി പൂഴിമണ്ണില്ല, ഒക്കെ ചരളുകളാണ്, വൈറ്റ് ചരൾ. പുറംഭാഗങ്ങളിൽ ഇങ്ങനെ ചരലിൽ കടന്ന് കുളിക്കുന്ന ആൾക്കാരുണ്ട് വെയിലുള്ളുന്ന. അതല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന പോലെ കഫേകളിലുള്ള സംഗതിയാണ് അപ്പുറം കാണുന്നത്. വ്യൂ റിവേഴ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിന് ഇതേമാതിരി കുളിക്കാനും എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാ ഡ്രിങ്കുകൾക്കുള്ള സ്ഥലവുമാണ്. നമ്മളെ നാട്ടിലെ 6 വരിപ്പാത ഹൈവേ ഉണ്ടാക്കിയില്ലേ, അത്രയും വീതിയിലാണ് ഈ റോഡ് കേട്ടോ. പല ഏരിയകളായിട്ട് സൈക്കിളിനും ഒക്കെ ആയിട്ട്. ബീച്ചിൽ നിന്നും ഇത്ര ഏരിയകൾ വിടണം ശരിക്കും. സത്യത്തിൽ ഈ ഏരിയകളുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു വിശാലത ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത്ര വീതിയിലുള്ള ബീച്ച് റോഡ് വളരെ കുറവാണ് കാണാറ് പൊതുവെ. ഇവിടെ അത് ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീച്ച് തന്നെയാണ് കേട്ടോ. ബീച്ചുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ബീച്ചിൻ്റെ അകത്ത് കൂടിയാണ്. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഇംഗ്ലീഷുകാരല്ലാത്ത ഒരാൾക്കാരെ നമ്മൾ കാണുന്നില്ലല്ലോ. കണ്ടില്ല നിങ്ങൾ ബീച്ചിൽ? യൂറോപ്യൻസ് തന്നെയാണ് മൊത്തത്തിൽ ഇവിടെ ഉള്ളത് കേട്ടോ. മെഡിറ്ററേനിയൻ കടലാണ് ഇത്. മെഡിറ്ററേനിയൻ കടലിടക്കാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം. അറിയാലോ നിങ്ങൾക്ക്? അത് ഇറ്റലീൻ്റെയും നമ്മളെ ഈ ഫ്രാൻസിൻ്റെയും ഒക്കെ ഭാഗങ്ങളായിട്ടാണ്. നമ്മൾ ആ കാണുന്ന ലോങ് വരെ ബീച്ചിൽ ജനം തന്നെ കേട്ടോ, നിറച്ചും ജനങ്ങളാണ്. നൈസ് എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് പൊങ്ങുന്നതാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് പറയേണ്ടത്, നമ്മൾ ആ ലോങ്ങിൽ കാണുന്ന ആ മൂലയിലാണ് നൈസ് എയർപോർട്ട്. ആ എയർപോർട്ടിൽ നിന്ന് ട്രാക്ക്, നമ്മൾ ഈ കാണുന്ന ട്രാക്ക് ഇതേപോലെ തന്നെ 27 കിലോമീറ്ററോളം ദൂരത്തിൽ ഉണ്ട് കേട്ടോ. ഇതേപോലെ കടലിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ എയർപോർട്ടും. സൈക്കിളുകളൊക്കെ ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം സ്പീഡിലാണ് ഒക്കെ പോകുന്നത്. സൈക്കിൾ ഏരിയ കൂടി ആരും നടക്കാത്തത് കൊണ്ട് തന്നെ ധൈര്യസമേതം ഇങ്ങനെ സ്പീഡിൽ ഇവർക്ക് ട്രാക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഡബിളായിട്ട് പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർ.
രണ്ടാൾക്കാരാണ് ആ പോകുന്നത്. പോലീസുകൾ സൈക്കിളാട്ടോ, അതും ലേഡീസ്. റോന്ത് ചുറ്റുന്നത് സൈക്കിളുകളിലാണ് പോലീസ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. സിറ്റിയിലൂടെ പാട്ട് പാടി പോകുന്നത് ഗ്രൂപ്പായിട്ട്. ഇപ്പം നമുക്ക് ഒരേ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ഇതേപോലെ ഈ വാഹനം എടുത്തിട്ട് നമുക്കിങ്ങനെ ജോളിയാക്കി പോകാൻ പറ്റും കേട്ടോ. രസമല്ലേ സൈക്ലിംഗ് ഇങ്ങനെ ചവിട്ടി പോവാം. ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. ഇതാണ് നൈസിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ, ബീച്ച് വോളിബോൾ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, വലിയ ഷിപ്പുകൾ, ആൾക്കാരെ ആ ഷിപ്പുകൾ ഇവിടെ സ്ഥിരം വരുന്നതാട്ടോ. ഇതിവിടെ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇതേപോലെ ഇവിടെ വന്ന് ഷിപ്പ് ഇറങ്ങിയിട്ട് ആൾക്കാർ മൊത്തം ഇവിടെ പർച്ചേസ്. അതാണ് മെയിൻ ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റും ഇവിടുത്തെ ബിസിനസ് കിട്ടും. ഇതിൻ്റെ മുകളിലുള്ള ഈ കാഴ്ച ആണ് കേട്ടോ മറ്റൊരു കാഴ്ച. കണ്ടില്ലേ, വ്യൂ പോയിൻ്റ് കണ്ടില്ലേ? ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ബീച്ചിലേക്കുള്ള കാഴ്ച ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ കാഴ്ചകൾ എന്താണെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലാട്ടോ കുത്തനെ കയറണം. നമ്മൾ കയറിയാലോ? പകലൊരു കാഴ്ച കാണാം, നമുക്ക് രാത്രിയും കാണാം കേട്ടോ. പകുതി കയറിയപ്പോഴുള്ള കാഴ്ചകളാട്ടോ. ഫുള്ള് ലോങ് ബീച്ച് കാണുന്നുണ്ടല്ലേ, ബിൽഡിങ്ങുകളെല്ലാം കാണാം. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. ആ തലക്കലാണ് എയർപോർട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുള്ള് ആൾക്കാരാണ്, അതാ രസം. വൈകിട്ട് 6:30 മണിയായിട്ടോ. 6:30 മണിയായാലും വെയിലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? 8 മണി 9 മണിയാവും ഇരുടാവാൻ. ടോട്ടൽ വ്യൂ ആയിട്ടോ. എങ്ങനെയുണ്ട്? ഫുള്ള് സിറ്റി കണ്ടില്ല നിങ്ങൾ? ഫുള്ള് സിറ്റിയാണ് ഈ കടലിനോട് ചേർന്നിട്ട്. ആൾക്കാർ ഭയങ്കര റഷാട്ടോ. ഫുള്ള് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ആൾക്കാർ കയറി കാണാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിറച്ചു ആൾക്കാർ, സ്ത്രീകളൊക്കെ അടിപൊളിയായിട്ട് കയറി വരുന്നു. ഓരോ സ്റ്റെപ്പിലിരുന്നിട്ട് നമ്മളിതാ ആ തലക്കിലാണ്. ഐ ലവ് നൈസ് കണ്ടില്ലേ? അടിപൊളി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ള ആൾക്കാർ വന്നിട്ട് കണ്ടോ, നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ എന്നിട്ടുള്ള ബീച്ചിൻ്റെ കാഴ്ച ഉണ്ടെങ്കിൽ. വയസ്സായ ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ട് വന്ന് നിൽക്കുന്ന ഇതൊക്കെ. ഇത് റെസ്റ്റോറൻറ്റുകളാട്ടോ ആ എൻഡ് വരെ. ഇതാണ് ഈ ലോകം. നൈസ് എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ടൂറിസ്റ്റുകളെ നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന ടൂറിസ്റ്റുകളെ പോലെ അല്ല കേട്ടോ. ഫുള്ള് നല്ല അടിപൊളി ലക്ഷറി ആൾക്കാരാണ്. കാരണം ഇവിടെ എക്സ്പെൻസീവ് ആണല്ലോ. ഇവിടെ സെലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ലെവലിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ. നല്ല ഡ്രസ് കോഡ്, അവരെ വരുന്ന രീതിയൊക്കെ കണ്ടല്ലോ. അത് നമ്മൾ തുർക്കിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ കോഫി സ്ട്രീറ്റ് കണ്ടില്ല നിങ്ങൾ? ഇതേപോലത്തെ റെസ്റ്റോറൻറ്റ്, കോഫി, ഇതുപോലത്തെ സ്ട്രീറ്റുകൾ, ബിയറ്, ഇതൊക്കെ തന്നെ കേട്ടോ ഇവിടുത്തെ സെറ്റപ്പ്. യൂറോപ്പിൽ അല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് മെയിൻ. ഫുഡ്, കോഫി അല്ലേ, ബിയറ്. ആ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. കണ്ടെങ്കിൽ കിലോമീറ്റർ കണക്കിന് ദൂരത്താട്ടോ ഇതിങ്ങനെ കോഫി ഷോപ്പ്സാണ്. നല്ല ഊതിൻ്റെ സ്മെല്ലും ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് പഴയ ഓൾഡ് സിറ്റി കേട്ടോ. ഒരു ഓൾഡ് സിറ്റിയാണ്. കുറേ ഗല്ലികൾ കിടന്ന് ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാവും. ഉണ്ടല്ലേ? ഇവിടെയൊക്കെ കോഫി ഷോപ്പ്സ് തന്നെ. ഇവിടെ ഒന്നും വാഹനങ്ങളില്ല.